എന്ത് തോന്നിയ പറയുന്നേ? ഇവളെ കൊണ്ടുപോകാനോ? അതിന് നിങ്ങൾക്ക് എന്ത് അവകാശം? ഇവളിന്ന് മറ്റൊരാളുടെ ഭാര്യ. ഓ, ആ കഥയൊന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അവൻ ഇവളുടെ കഴുത്തിൽ പേരിനൊരു താലി ചേർത്തിയെന്നല്ലേ ഉള്ളൂ. അല്ലാതെ അവരിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ആ കഥയൊക്കെ ഞങ്ങൾക്കറിയാം. നിനക്കതിനുള്ള യോഗം ഈ ഗഗന്റെ കൂടെയാണ്. എന്റെ ഭാര്യയായിട്ട് നീ അവിടെ മൂകാംബികയിൽ ജീവിക്കും. കേട്ടോടി? ഓടിയോടെ എനിക്ക് നിക്കടിയോടെ എങ്ങോട്ടായി പോന്നെ? നീ അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതിയോടി? എന്താണ് ഇത്? നോൺ റോട്ടിലാണോ പെണ്ണുങ്ങളോട് നിന്റെ അക്രമം? എന്താണ് ഇത്? നിന്റെ ഒക്കെ ഗുണ്ടായിസോ? മേഡം, ഇവള് മൂകാംബിയിൽ നിന്ന് ഒളിച്ചോടി വന്നതാ. ഇവളെ തിരിച്ചു കൊണ്ടുപോവാനാ. ഒളിച്ചോടി വന്നതാണെന്ന് നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞത്? അഥവാ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ പബ്ലിക് റോഡിലോട്ടിട്ട് ഓടിച്ചിട്ടാണോ ഒരു പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് പോകുന്നേ? നിന്നെയൊക്കെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കുന്നുണ്ട്. സാജ, രണ്ടെണ്ണത്തിന് ചവിട്ടിയെടുത്ത് വണ്ടി. ഇനി 2-3 വർഷക്കാലം നിനക്ക് സർക്കാരിന്റെ ബെസ്റ്റായിട്ട് ജയിലിൽ കിടക്കട്ടെ. ശബ്ദിച്ചു പോരുത്. മേഡം, ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ല. സാജ, ഒരു വൈറ്റ് പേപ്പറിങ് എടുക്കും. കുട്ടി, ഇതിൽ പേരെഴുതി സൈൻ ചെയ്തേക്കും. അഡ്രസ്സും കൂടെ എഴുതിയേക്കും. പരാതിയൊക്കെ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് ഇവന്മാരെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിച്ചോളാം. ഇത് മതി. ഇവന്മാരിനി കുറച്ച് നാൾ അഴി എണ്ണിക്കിടക്കട്ടെ. എന്നാലേ പെണ്ണുങ്ങളോട് എങ്ങനെ മാന്യമായി പെരുമാറണമെന്ന് ഇവന്മാര് പഠിക്കും. തനിച്ചു പോകാൻ പേടിയൊന്നുമില്ലല്ലോ? അതോ ഞങ്ങൾ എവിടെയെങ്കിലും ആക്കേണ്ടതുണ്ടോ? എന്നാ ശരി, പോയിക്കോളൂ. ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? മാഡം, മാഡത്തെ മൂകാംബികാദേവി അനുഗ്രഹിക്കട്ടെ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി ഞാൻ ഭയന്ന് ഓടി വരികയായിരുന്നു. ഇതാരാ? അമ്മയാണോ? എന്നാ
രണ്ടുപേരും സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കോളൂ. ഇനി ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. ശരി. ശരി.